ഡോക്ടർ അരുൺകുമാർ സംസാരിച്ച സമയത്ത് പ്രത്യക്ഷമായ ലക്ഷ്യമോ പരോക്ഷമായ ലക്ഷ്യമോ മറ്റോ സാമുദായിക നേതാക്കളെ കൂടെ നിർത്തിയത് അനുകൂലമായിരുന്നു, വിജയമായിരുന്നു എന്ന് പറഞ്ഞു. അല്ലല്ല, സാമുദായിക നേതാക്കളല്ല, NSSന്റെ പിന്തുണ കിട്ടിയ NSSന്റെ പിന്തുണ ഇതിന് അനുഗ്രഹാശിസിന് വേണ്ടിയിട്ടാണോ? അല്ലല്ല, അനുഗ്രഹാശിസുകളല്ല. നോക്കൂ, ഈ നിലവിൽ അതിനുശേഷം NSSന്റെ റിയാക്ഷൻസ് ഏത് വിഷയത്തിലും സർക്കാരിനെതിരെ ആദ്യം പ്രതികരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഘം നടത്തിയത്? നോക്കൂ മാധു, പരോക്ഷമായ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ലക്ഷ്യമുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമുക്ക് പതപ്പിച്ച് പറയാനേ ഉള്ളൂ. എന്താണ് ലക്ഷ്യം? 100% ഇതൊരു അതുകൊണ്ടാണ് പ്രത്യക്ഷ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ പറഞ്ഞെന്താ, അയ്യപ്പന് പേരുണ്ടാക്കി കൊടുക്കാൻ എന്നല്ലേ പറഞ്ഞത്? അതാണ് പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിന് നിലപാടിൽ പ്രത്യക്ഷവും പരോക്ഷമില്ല. 4 വോട്ടിന് വേണ്ടി നോക്കൂ, 4 വോട്ടിന് വേണ്ടിട്ടേ പിന്നെ എന്താണ് വെൽഫെയർ പാർട്ടിനെയും 4 വോട്ടിന് വേണ്ടി വെൽഫെയർ പാർട്ടിനെയും ജമാഅത്ത് ഇസ്ലാമിനെയും ഒക്കെ കൂടെ പിടിക്കാം. മതരാഷ്ട്രവാദം വിളിച്ചു പറയാം, അതൊന്നും പ്രശ്നമില്ല. UDF നേരത്തെ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറുമായിട്ട് കമ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, തയ്യാറല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പൊളിറ്റിക്കൽ നീക്കങ്ങളിലും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ദാറ്റ്സ് എ ഫാക്ട്. അത്രയും പറഞ്ഞുള്ളൂ. ആരും നിഷേധിക്കില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രത്യക്ഷ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ വികസന ലക്ഷ്യമായിരുന്നു, മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ ഒരെണ്ണവും നടപ്പിലായില്ല, പാളി. രണ്ടാമത്തേത് പരോക്ഷ ലക്ഷ്യം. ആ പരോക്ഷ ലക്ഷ്യത്തിൽ നിങ്ങൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നു. വിശ്വാസികളെ ഒപ്പം നിർത്തുക, ഒപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക. ആ ലക്ഷ്യം പാളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന പരോക്ഷ ലക്ഷ്യം നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിനെയാണ് കണ്ണിങ്നെസ് എന്ന് പറയാം. നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, ഇതേ കാര്യം തന്നെ സ്വർണ്ണക്കൊള്ളയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വിഷയമാക്കിയത് മറുഭാഗത്ത് കോൺഗ്രസ് ആണ്. ബാക്കി കാര്യങ്ങൾ മറച്ചു വെച്ചു. പാരണിപ്പാട്ടിൽ എന്താ സംഭവിച്ചത്? എന്താ ഒടുവിൽ അടൂർ പ്രകാശിന് മറുപടി ഇല്ലാതെ പോകുന്നത്?